Okay. Take your textbook, page number 24. Okay. Textbook ഇല്ലാത്തവരുണ്ടോ? എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ അറബിന്റെ? ഓക്കെ. അപ്പോ how many letters in Arabic alphabets? 28. Very good. 28. ഓക്കെ. മറക്കരുത്. എത്ര അക്ഷരങ്ങളുണ്ട് അറബിക് ആൽഫബറ്റ്സിൽ? 28. ഓക്കെ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഓക്കെ. അപ്പോ അറബിക്കിൽ എത്രയുണ്ട്? 28. 2 ലെറ്റർ അധികം ഉണ്ട് അല്ലേ? 2 ലെറ്റേഴ്സ് അധികം ഉണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോ അറബിക് ആൽഫബറ്റ്സിലെ ഫസ്റ്റ് ലെറ്റർ ഏതാ മിസ് പഠിപ്പിച്ചേ? അലിഫ്. അലിഫ്. ഫസ്റ്റ് ലെറ്റർ ഏതാ? അലിഫ് അല്ലേ? അലിഫ് എഴുതാൻ മക്കളെല്ലാരും പഠിച്ചതല്ലേ? എല്ലാവർക്കും അറിയില്ല അലിഫ് എങ്ങനെയാ എഴുതുന്നത്? അറിയാത്തവരുണ്ടോ? ഇല്ല. അലിഫ് എന്നെങ്ങനെ എഴുതാന്ന് മിസ് പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? എന്റെ മക്കൾക്ക് പറഞ്ഞേ. അലിഫ്. അലിഫ്. ആസിത്ത് ഫുള്ള് പറയുന്നുണ്ട് അല്ലേ? അറബിക് ലെറ്റേഴ്സ് മൊത്തം. ഓക്കെ. ഗ്രേസ് മോളു അറബിക് ആൽഫബറ്റ്സ് ഫസ്റ്റ് ലെറ്റർ ഏതാ? ഓക്കെ. അലിഫ് അല്ലേ? അറബിക് ആൽഫബറ്റ്സിലെ ഫസ്റ്റ് ലെറ്റർ ഏതാ? അലിഫ്. അലിഫിന് നമ്മള് ഫതഹ്, കസ്റ്, ലമ്മ് ഇതൊക്കെ ചേർത്തിട്ട് എന്താ വായിച്ചേ? അലിഫിന് നമ്മൾ ഫതഹ് ചേർത്തിട്ട് എന്താ വായിച്ചേ മക്കളെ? എന്താ വായിച്ചേ? ആ അല്ലേ? അലിഫിന് ഫതഹ് ചേർത്ത് വായിച്ചു. വീണ്ടും അലിഫിന് കസ്റ് ചേർത്ത് എന്ത് വായിച്ചു? അലിഫിന് ലമ്മ് ചേർത്ത് ഊ വായിച്ചു. ഓക്കെ. ഇനി അറബിക് ആൽഫബറ്റ്സിലെ സെക്കൻഡ് ലെറ്റർ മിസ് പഠിപ്പിച്ചതാണ്. എന്ത്? സെക്കൻഡ് ലെറ്റർ ഏതാ? ഇനി നമ്മൾ ഫതഹും കസ്റും ലമ്മും ചേർത്തിട്ട് വായിക്കാൻ പഠിച്ചല്ലോ. ഒന്നും കൂടെ മിസ് പഠിപ്പിക്കാണ്. ഇതുവരെ ക്ലാസ് കയറാത്തവർക്കും വല്ലപ്പോഴും ക്ലാസ് കയറുന്നവർക്കും വേണ്ടി മിസ് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരികയാണ്. ഓക്കെ.
വരച്ചു കൊടുക്കാൻ പറ്റും മിസ്. ഓക്കെ. അലിഫ് അല്ലേ? എന്താ വായിക്കുന്നേ? അലിഫ്. അലിഫ്. അലിഫിന് നമ്മൾ എന്ത് ഫത്തഹ് ചേർത്തോ? അറബിക് ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ ആണ് അലിഫ്. അലിഫിന് നമ്മൾ എന്ത് ചേർത്ത് കൊടുത്തു? നല്ല ഓക്കെ. സെക്കൻഡ് ലെറ്റർ ഏതാ? ഫസ്റ്റ് ലെറ്റർ അലിഫ്. മിസ് എഴുതാൻ പറ്റില്ല. ഓക്കെ. സെക്കൻഡ് ലെറ്റർ ഏതാ? ബ. സെക്കൻഡ് ലെറ്റർ ഏതാ? ബ. ബ. ശ്രദ്ധിച്ചോ? ഒരു പ്രാവശ്യം കൂടി എഴുതി തരാം. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ ഏതാന്ന് മിസ് പറഞ്ഞേ? അലിഫ് അല്ലേ? അലിഫ് എന്ന് എങ്ങനെ എഴുതാം? വളവും വേണ്ട, വളവും വേണ്ട, ചെരിവും വേണ്ട, മുകളിൽ നിന്ന് താഴോട്ട്. താഴോട്ട്. മിസ് എഴുതുമ്പോ കുറച്ച് വളഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. മുകളിൽ നിന്ന് അടിയിലോട്ട് വരച്ചാൽ അലിഫ്. Okay.
Second letter. First letter alif. Second letter. Ba. അല്ലേ? ഇതൊരു കുത്താണ് കേട്ടോ. അതെയല്ലോ. Okay. ഇനി നമ്മളെ ഫതഹും കസ്റും ലമ്മും ചേർത്ത് ബ ബി ബു ഇങ്ങനെ പഠിച്ചു അല്ലേ? ബ ബി ബു ഇത്രയും പഠിച്ചല്ലേ? നോക്കൂ പേജ് നമ്പർ 24. ഇനി ബ ബി ബു ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളും അതിന്റെ പിക്ചർ അവിടെ ഉണ്ട് അല്ലേ? അല്ലേ? ഉണ്ടോ? ഓക്കെ. ബ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? മൂൺ. മൂണിന്റെ അറബിക് നെയിം എന്താ മിസ് പഠിപ്പിച്ചേ? മൂൺ. ബദ്റുൻ. മൂണിന്റെ നേരെ താഴെ എഴുതിയിരിക്കുന്ന വാക്ക് ബദ്റുൻ. കണ്ടോ? ഓക്കെ. വേറെ എന്തൊക്കെയുണ്ട് ബ വരുന്ന വാക്കുകള്? ഓറഞ്ച്. ഓറഞ്ച് ബ വരുന്നതാണ്. എന്താ? ബി അല്ലേ വരുന്നത്? ബ വരുന്ന വാക്കുകളാ മിസ് ചോദിച്ചേ. ബ എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? ആദ്യം ഫസ്റ്റ് ബ എന്ന അക്ഷരം കാണുന്നുണ്ടെങ്കിൽ ബൈത്തുൻ. ഓക്കെ, വെരി ഗുഡ്. ബൈത്തുൻ. അതാരാ പറഞ്ഞവര്? ബൈത്തുൻ. നെക്സ്റ്റ് ബബുൻ. ബർദുൻ. ബഹ്റുൻ. ഇവിടെ ടോട്ടലി ബ എന്ന അക്ഷരം തുടങ്ങുന്ന 5 വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ? ബദ്റുൻ, ബർദുൻ, ബഹ്റുൻ, ബബ്ആഉൻ, ബൈത്തുൻ. ഓക്കെ. എവിടെയൊക്കെയാ എഴുതിയിരിക്കുന്നേ ബ വരുന്ന വാക്കുകൾ? ഒന്ന് ബ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ നിങ്ങൾക്ക്? ബ എന്ന അക്ഷരം ബദ്റുൻ. നെക്സ്റ്റ് ഇതെവിടെ പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്നത് ബർദുൻ. ബർദുൻ മീൻസ് നെൽക്കതിര്. ബർദുൻ. കൂൾനെസ് എന്ന അർത്ഥമുണ്ട്, തണുപ്പ് എന്ന അർത്ഥമുണ്ട്. ബർദുന് നെൽക്കതിർ എന്ന അർത്ഥമുണ്ട്. നമുക്കിവിടെ കതിരിന്റെ നെൽക്കതിരിന്റെ ആണ് വേണ്ടത്. ബർദുൻ. ബഹ്റുൻ. ബഹ്റുൻ മീൻസ് സീ, കടൽ. ബഹ്റുൻ. ഓക്കെ. നെക്സ്റ്റ് ബബ്ആഉൻ. ഷഹബാസ്. എന്തൊക്കെയാ മോനെ കാട്ടിക്കൂട്ടുന്ന? രാവിലെ ഒന്നും കഴിച്ചില്ല, കൈവിരൽ വായില് കുഞ്ഞി പിള്ളേരെ പോലെ. വലിയ കിണറ്. ബദ്റുൻ മീൻസ് മൂൺ. മൂണിന്റെ പിക്ചർ അവിടെ കാണുന്നില്ലേ? ബദ്റുൻ. ഓക്കേ. ഏതാ? ബർദുൻ എഴുതിയോ? ബർദിന്റെ താഴെ പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്നത് ബഹ്റുൻ. ബഹ്റുൻ. ബഹ്ർ മീൻസ് കടൽ, സീ. ബഹ്റുൻ.
Okay. Next, ഇതിന്റെ green താഴെയുള്ള color എഴുതിയിരിക്കുന്ന first one. Baba'un. 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 Baba'un means parrot. Baba'un. മിസ് ഒന്നും കൂടി പറയാവോ? പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്നതാണോ? പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്നത് ബർദുൻ. ബർദുൻ. പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്ന സെക്കൻഡ് വൺ ബഹ്റുൻ. ബഹ്റുൻ. ബഹ്റുൻ മീൻസ് സീ, കടൽ. നെക്സ്റ്റ് ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വൺ ബബ്ആഉൻ. 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 ബബ്ആഉൻ means parrot. ബബ്ആഉൻ. ബബ്ആഉൻ. ഗ്രീൻ കളറിൽ സെക്കൻഡ് വൺ ബൈത്തുൻ. ബൈത്തുൻ. ബൈത്തുൻ means house. ബൈത്തുൻ. മിസ്സേ ഏതാ? ഗ്രീൻ കളറിലുള്ള ഫസ്റ്റ് ആണ് ബബ്ആഉൻ means parrot. ബബ്ആഉൻ. ബബ്ആഉൻ. ബബ്ആഉൻ parrot. അതിന്റെ ബർദുൻ. ബർദുൻ അൽ കദിർ. കദിർ. കൂൾനെസ് എന്ന മീനിങ് ഉണ്ട് കേട്ടോ. കൂൾനെസ് തണുപ്പ്, തണുത്തത് എന്നൊക്കെ അർത്ഥമുണ്ട്. ബർദുൻ. നമുക്കിവിടെ നെൽക്കതിരിൻ്റെതാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഗ്രീൻ കളറിലെ രണ്ട് വാക്കും പഠിച്ചു. ബബ്ആഉൻ, ബൈത്തുൻ. ബബ്ആഉൻ മീൻസ് പാരറ്റ്. ബൈത്തുൻ മീൻസ് ഹൗസ്. തേർഡ് വൺ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ബുർജുൻ. 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 ബുർജുൻ മീൻസ് ടവർ. ബുർജുൻ. ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വൺ ബുർജുൻ. ഓക്കെ. ടവർ. ബ്ലൂ കളറിലെ സെക്കൻഡ് വൺ ബിർറുൻ. ബിർറുൻ. സായി കൃഷ്ണ. ബ്ലൂ കളറിൽ ഫസ്റ്റ് ആണ് ബുർജുൻ. ബുർജുൻ ടവർ. ബുർജുൻ മീൻസ് ടവർ. ബുർജുൻ ടവർ. ബ്ലൂ കളറിലെ ഫസ്റ്റ് വൺ ബുർജുൻ. ബുർജുൻ. ഓക്കെ. സെക്കൻഡ് വൺ ബിർറുൻ. ബിർറുൻ. ബിർറുൻ വിറ്റു, യോഗ്യത. ഫോർത്ത് വൺ റെഡ് കളറിൽ ഇരിക്കുന്നത് ബിഇറുൻ. റെഡ് കളറിൽ ഫസ്റ്റ് വൺ ബിഇറുൻ. ബിഇറുൻ. ബിഇറുൻ മീൻസ് വെൽ, കിണർ. വെൽ. ബിഇറുൻ. വെൽ. ബിഇറുൻ വെൽ.
മിസ്സേ ഒന്നും കൂടി എല്ലാം കൂടി ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ പറ്റുമോ? ഫിനിഷ് ചെയ്യട്ടെ എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ബിറുൻ, ബിറു മീൻസ് വെൽ. റെഡ് കളറിൽ ഇരിക്കുന്ന ഫസ്റ്റ് ബിറുൻ. ബിറുൻ മീൻസ് വെൽ, കിണർ. ബിറുൻ. റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് സെക്കൻഡ് വൺ ബിൻതുൻ. 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 ബിൻതുൻ മീൻസ് ഡോട്ടർ. ബിൻതുൻ. ഡോട്ടർ. ബിൻതുൻ എന്നുവെച്ചാൽ മകൾ അല്ലേ? മകനെ നമ്മൾ എന്താ പഠിച്ചേ? മകൻ. സണ്ണിന് എന്താ നമ്മൾ അറബിയിൽ വാക്ക് പഠിച്ചത്? സൺ. മകൻ എന്നതിനെ അറബിയിൽ എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഉമ്മുൻ മീൻസ് മദർ. അബുൻ മീൻസ് ഫാദർ. ഇബിനുൻ എന്താ? ഇബിനുൻ. ഇബിനുൻ സൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡോട്ടറിനെ അറബിയിൽ എന്താ പറയാ? ഡോട്ടർ, മകളെ എന്താ പറയാ? ബിൻതുൻ. ബിൻതുൻ. Say all of you. ബിൻതുൻ. ബിൻതുൻ എന്തായിരുന്നു? ബിൻതുൻ ഡോട്ടർ. ബിൻതുൻ. ബിൻതുൻ. Say all of you. ബിൻതുൻ. ബിൻതുൻ daughter. Okay. ഇബ്നുൻ son. ബിൻതുൻ daughter. Is it clear? Clear ആണോ? First red color bi'run. Bi'run. Bi'run means well, kinar. Bi'run. Bi'run. Second one bintun. Bintun. Bintun means daughter. Bintun. Edwin. Edwin. എന്തായിരുന്നു ഡൗട്ട്? ഡൗട്ട് ഇല്ല മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതിന് താഴെ ഫില്ല് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളൂ. താഴെ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ എന്താ എഴുതേണ്ടത്? അവിടെ ദിറുന്നുണ്ട്. അവിടെ ഏത് അക്ഷരം ചേർക്കണം നിങ്ങളെ? ബ. ബ. അറബിയില് ബ എന്ന അക്ഷരം ചേർക്കണം. ബ എന്ന അക്ഷരം എവിടെയുണ്ട്? ബ എഴുതാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ബ എന്ന അറബിക് ആൽഫബറ്റ്സിലെ സെക്കൻഡ് ലെറ്ററിന് ഫത്തഹ് ചേർത്ത് കൊടുത്താൽ ബ ആയി അല്ലേ? ബ എന്ന് എഴുതിയിട്ട് മുകളിൽ വരയിട്ട് കൊടുത്താൽ എന്തായി? ബ. അവിടെ എഴുതൂ. ബ എഴുതി കഴിഞ്ഞാൽ ബദ്റുന്നായി അല്ലേ? അറബിക് ആൽഫബറ്റ്സിലെ സെക്കൻഡ് ലെറ്റർ അറിയാമോ? ബ. ഇവിടെ ബ എഴുത്. ഇവിടെ ഇവിടെ അങ്ങനെയാണോ അറബി എഴുതുന്ന മോളെ? അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് എഴുതി. ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നാണ് ബ എഴുതേണ്ടത്. അതിന്റെ അടിയിൽ ഒരു കൊട്ട്, മുകളിൽ ഫത്തഹ് ഇട്ട് കൊടുത്താൽ ബദ്റുൻ. ഇതാ 3. ഓക്കെ. സെക്കൻഡ് വൺ അവിടെ ബ ഉണ്ട്. എന്ത് എഴുതണം? പാരറ്റിന്റെ അറബിക് നെയിം എന്താ? പാരറ്റിന്റെ അവിടെ ബി എഴുതണം. അവിടെ എന്ത് എഴുതണം? ബി. ബ എഴുതിയിട്ട് മുകളിൽ ഒരു വട്ടം. ബ.
ബബഉൻ. ഹെവൻ. എല്ലാവർക്കും കൺഫ്യൂഷൻ. ആർക്കും എഴുതാൻ പറ്റില്ല അല്ലെ? ബ എന്ന അക്ഷരം എഴുതാൻ ഒരാൾക്കും അറിയില്ല അർത്ഥം. ഇപ്പൊ പറഞ്ഞ എനിക്ക് ക്ലിയർ ആയില്ല. ഏതാ? ഇച്ചിരി മുന്നേ പറഞ്ഞത്. ഇവിടെ ഫില്ല് ചെയ്തോ മോനെ? ഫസ്റ്റ് വൺ ഫില്ല് ചെയ്തോ? ബദറുന്നില്ലേ? ബ എഴുതിയോ? അവിടെ എഴുതിയോ? ഏതാ? ഇത് നോക്കൂ, ഇവിടെ ഫില്ല് ചെയ്യേണ്ട കാണുന്നുണ്ടോ നിങ്ങള്? ഇവിടെ 1 എഴുതിയതുണ്ട് അറബിയില്, കാണുന്നുണ്ടോ? ഇവിടെ ഫില്ല് ചെയ്യാനും മിസ് പറഞ്ഞേ. ഇവിടെ ഈ ഡോട്ട് ഇട്ടെടുത്ത് നിങ്ങൾ എന്ത് എഴുതണം? ബ. ബ എന്ന അക്ഷരം എഴുതണം. അറബിക് ആൽഫബറ്റ്സിലെ സെക്കൻഡ് ലെറ്റർ ആണ് ബ. ഈ ബ എഴുതിയിട്ട് മുകളിൽ വരയിട്ടാൽ ബ എന്നായി. അതാണ് ഇവിടെ എഴുതേണ്ടത്, ബ. മിസ് ഫുള്ള് എഴുതുന്നത് അതുപോലെ അവിടെ അച്ചടിച്ച് വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് എഴുതാൻ പഠിക്കണം. അതുകൊണ്ടാണ് മിസ് എഴുതി തരാത്തത്. ഓക്കെ, എഴുതിയോ ഹെവൻ? ഓക്കെ, എല്ലാരും എഴുതിയില്ലേ? അറിയാത്തത് കൊണ്ട് ഒരാൾ പോലും എഴുതാതിരിക്കരുത്. മിസ് അത്രയും ക്ലിയറിൽ പറഞ്ഞു തരുന്നുണ്ട്. അറബിക് ആൽഫബറ്റ്സിലെ സെക്കൻഡ് ലെറ്റർ ആണ് ബ. ബഇന് മുകളിൽ വരയിട്ട് കഴിഞ്ഞാൽ ബ ആയി. ബഇന് താഴെ അടിയിൽ വരയിട്ട് കഴിഞ്ഞാൽ ബി ആയി. ഇവിടെ ലമ്മിട്ട് കഴിഞ്ഞാൽ എന്തായി? ബു ആയി അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എല്ലാരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വൺ ഇവിടെ ബ ഉണ്ട് അല്ലെ? നിങ്ങൾ മുകളിൽ എഴുതിയ പോലത്തെ ബ ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഡോട്ട് ഉണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് എഴുതണം? ബബഉൻ. പാരറ്റിന്റെ അറബിക് നെയിം എഴുതണം. ബബഉൻ അവിടെ ഗ്രീൻ കളറിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പാരറ്റ് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ മീനിങ്? അവിടെ എന്തൊക്കെയുണ്ട്? ബ ഫസ്റ്റ് എഴുതി, വീണ്ടും ബി എന്ന് എഴുതിയിട്ട് ഇതുപോലെ ബ എഴുതിയിട്ട് മുകളിൽ ഒരു വട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി ആയി. അതാണ് അവിടെ ഡോട്ടുള്ളിടത്ത് എഴുതേണ്ടത്. ബ എന്ന അക്ഷരം എഴുതുക, എന്നിട്ട് മുകളിൽ ഒരു വട്ടം ഇട്ട് കൊടുത്താൽ ബി ആയി. അതാണ് ഈ ഡോട്ടുള്ളിടത്ത് നിങ്ങൾ എഴുതേണ്ടത്. ബബഉൻ വായിക്കും. എന്നാൽ ബബഉൻ അവിടെ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ താഴെ മിസ്സായ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂട്ടി എഴുതിയത് കൊണ്ടാണ് മിസ് പറഞ്ഞു തരുന്നത്. അവിടെ ബി ആണ്. ബ എന്ന് എഴുതിയിട്ട് മുകളിൽ ചെറിയൊരു വട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി ആയി. ക്ലിയർ? ആതിര, എന്താ കിളി പോയ പോലെ ഒരു ഇരുത്തം? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ക്ലാസ് ടൈം ആണെങ്കിൽ ഈ ടൈം ആകുമ്പോഴത്തേനും നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും. മിസ്സിന്റെ അടുത്ത് നിങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും ക്ലിയർ ചെയ്തു തരാൻ പറ്റാത്തത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് തേർഡ് വൺ. ഇവിടെ തേർഡ് വൺ, ഇതിന്റെ നേരെ താഴെ കണ്ടോ? തേർഡ് വൺ കാണുന്നുണ്ടോ മക്കളെ? അവിടെ എഴുതേണ്ടത് എന്തെന്നറിയോ? ടവർ എന്ന വാക്കിന്റെ അറബിക് നെയിമാണ് ടവർ. ടവർ എന്ന വാക്കിന്റെ അറബിക് നെയിമാണ്. അവിടെ എന്താ മിസ്സായിട്ടുള്ളത് നോക്കൂ. ടവർ എന്ന വാക്ക് മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ഫസ്റ്റ് കൊടുത്തത് ആണ് ടവർ എന്ന വാക്കിന്റെ അറബിക് നെയിം. ബുർജുൻ. അവിടെ ബു കൊടുത്തിട്ടുണ്ട്, ജുൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതോ ഒരു ലെറ്റർ മിസ്സാണ്. ഏതാ? എഴുതിയിട്ട് അവിടെ ഒരു വട്ടം എഴുതണം. ഇവിടെ കൊടുത്തിട്ടില്ല. കൂട്ടി എഴുതുമ്പോ ഇവിടെ എന്തില്ല?
ഇവിടെ ആ വട്ടം കൊടുത്തിട്ടില്ല. അപ്പൊ റായി എന്ന അക്ഷരം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വട്ടം കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ അത് ബുർജുന വയ്ക്കാം. ബുർജുൻ. മനസ്സിലായില്ലേ? ഇതാണ് ബുർജുൻ. ബു ഇവിടെ ഉണ്ട്. ഏത് അക്ഷരം ഇല്ലാത്തത്? റാ അല്ലേ? ഇങ്ങനെയാ റാ എഴുതുന്നത്. ബുർജുൻ. ഇവിടെ മിസ്സായ അക്ഷരം ഏതാ? റാ. എഴുതിയോ? ഓക്കെ. ബുർജുൻ. ഫോർത്ത് വൺ കാണുന്നുണ്ടോ? ഫോർത്ത് വൺ. അവിടെ ബി എഴുതിയിട്ടുണ്ട്, കുറെ ഡോട്ട് ഉണ്ട്, റുൻ എഴുതിയിട്ടുണ്ട് അല്ലെ? അവിടെ വെൽ, അതായത് കിണർ എന്ന വാക്കിന്റെ അറബിക് നെയിമാണ് അവിടെ എഴുതേണ്ടത്. എന്താ മിസ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇനർ എന്ന വാക്കിന്റെ അറബിക് നെയിം എന്തായിരുന്നു മക്കളെ? ബിഇറുൻ അല്ലെ? അപ്പൊ അവിടെ ബി ഉണ്ട്. അവിടെ മിസ്സായ ലെറ്റർ ഏതാന്ന് വെച്ചാൽ നോക്കി എഴുതൂ. റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വാക്കാണ് ബിഇറുൻ. ആ ബിഇറുൻ ആണ് ഫോർത്ത് വൺ അവിടെ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ബി അവിടെ കൊടുത്തിട്ടുണ്ട്, റുൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നടുക്ക് എഴുതിയിരിക്കുന്ന ഒരു അക്ഷരാണ് അവിടെ മിസ്സായിട്ടുള്ളത്. അത് നിങ്ങൾ എഴുതുക. ബിഇറുൻ. എഴുതിയോ? സിമ്പിൾ അല്ലേ? ഒറ്റ ലെറ്റർ മാത്രമേ അവിടെ എഴുതാനുള്ളൂ. ഇതാണ് ബിഇറുൻ. ബി ഇവിടെ ഉണ്ട് അല്ലെ? ഈ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇങ്ങനെ എഴുതും. ബിഇറുൻ. B. Fourth one. അതൊരു വട്ടാണ് കേട്ടോ.